കേറിക്കോ, മേമൂനകത്തുണ്ട്. ഉറങ്ങ? വാ ഇരിക്കി. പെട്ടെന്ന് കേട്ടപ്പോ ആസ്പത്രിയിൽ വരണമെന്ന് കരുതിയതാ. ഒരു ഒഴിവ് കിട്ടണ്ടേ? 3 പിരാന്തന്മാരാ അവിടെ ഉള്ളത്. ഓനെ ഒരുക്കി പിടിച്ച് സ്കൂൾക്ക് പറഞ്ഞയക്കാനുള്ള ഒരു പാട്. പെരയില് വേലക്ക് ആളുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാ സ്ഥലത്തും എന്റെ കണ്ണെത്തണം. ചുരുക്കി പറഞ്ഞാ പൊരേന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സമയമില്ല. അതാണ് അവസ്ഥ. കുട്ടീനെ ഒന്ന് കണ്ടാട്ടെ. അല്ലോ, പൂച്ചക്കുട്ടീന്റെ അത്രേ ഉള്ളൂ. തീരെ തടിയും വലുപ്പമില്ലല്ലോ, നിറവും കുറവാ. അല്ലെങ്കിലും ചില കുട്ടികൾ പ്രസവിക്കുമ്പോഴങ്ങനെയാ, പിന്നെ ഒക്കെ അങ്ങോട്ട് തെളിഞ്ഞു വരും. ആ, ഇതും പെൺകുട്ടിയായി പോയില്ലേ. ഈ ക്ഷമിക്ക്, ഒക്കെ വിധിയാണെന്ന് കൂട്ടി സമാധാനിക്ക്. മുതലുണ്ടെങ്കിൽ തരക്കേടില്ല, ഇതിറ്റുകളൊക്കെ കെട്ടിച്ചു വിടണ്ടേ. എനിക്ക് പിന്നെ അങ്ങനത്തെ ബേജാറില്ല. 3 ആൺകുട്ടികളാണല്ലോ. അല്ല, ഈ മൂപ്പരോട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ? ആരോട്? അന്റെ പുതിയാപ്പളിനോടേ. എന്ത് കാര്യങ്ങളെ പറ്റിയാ ഈ പറയുന്നത്? പ്രസവം നിർത്താൻ. പ്രസവം നിർത്തിയേ? ആ, അടുത്തത് ആൺകുട്ടിയാവും കരുതി പെൺകുട്ടികൾ അങ്ങനെ പെറ്റുകൂട്ടണ്ട. ഇനി ഒരു പരീക്ഷണത്തിന് നിക്കണ്ട. പ്രസവം നിർത്താന്നൊക്കെ പറയുന്നത് ഇപ്പോഴത്തെ കാലത്തൊരു പ്രയാസമുള്ള കാര്യല്ല. ഏതായാലും അതിനെപ്പറ്റിയൊന്നും ഇപ്പൊ ചിന്തിക്കണില്ല. പിന്നെ അടുത്തത് ആൺകുട്ടിയാവുന്ന കരുതി കാത്തിരിക്കായി. ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ടാവണം തന്നെ എന്റെ ആഗ്രഹം. അതെന്റെ ആഗ്രഹം മാത്രാ. സൃഷ്ടിക്കുന്നത് പടച്ചോനാ. ആണും പെണ്ണും തിരിക്കുന്നതും ഓനാ. അതിലൊരാൾക്കും ഇടപെടാൻ പറ്റൂല. പള്ളേലുണ്ടാവുന്നത് മുതല് പ്രസവിക്കുന്നത് വരെ ഇതിനെ ഒരു ആൺകുട്ടിയാക്കി തരണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറില്ല. ആണായാലും പെണ്ണായാലും ദുനിയാവിലും ആഖിറത്തിലും ഹൈറാക്കി തരണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. അങ്ങനെയാണ് ഞാൻ എന്റെ മക്കളെ പോറ്റുന്നതും. ഇനി ഉണ്ടാവുന്നതും പെണ്ണാണെങ്കിൽ അൽഹംദുലില്ലാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്റെ വിഷമം കണ്ടിട്ട് പറഞ്ഞേ ഉള്ളൂ. എന്നോട് ഇഷ്ടക്കേടൊന്നും തോന്നണ്ട. ഞാൻ പോട്ടെ, ചെന്നിട്ടൊരു 100 കൂട്ടം പണിയുണ്ട്. ആ, ഇത്ര പെട്ടെന്ന് ഇറങ്ങിയോ? ഞാൻ ചായ ഉണ്ടാക്കാൻ വരേനു. ആ, ഇനിയിപ്പൊ ചായയും കൂടി ഉണ്ടാക്കുക. ഇപ്പൊ തന്നെ പെണ്ണുങ്ങൾ എടുക്കേണ്ട പണി മുഴുവൻ നിങ്ങൾ ഒറ്റക്കല്ല എടുക്കണത്. വീട്ടിലെ പണിയൊക്കെ ആർക്കും എടുക്കാലോ. ഇന്റാടെ ഉണ്ടല്ലോ ഒരു മനുഷ്യൻ, വീട്ടിൽ ഒരു പണി മൂപ്പർക്ക് അറിയൂല. ഞാൻ ഇതുവരെ ഒരു പണിയിട്ട് എടുപ്പിച്ചിട്ടുമില്ല. അലവിക്കുട്ടിന്റെ ഭാഗ്യം.